പാഞ്ചാല ദേശത്തെ പ്രമുഖനായ രാജാവായിരുന്നു പൃഷദൻ. ഇദ്ദേഹത്തിന്റെ കാലശേഷം പുത്രനായ യജ്ഞസേനൻ, അതായത് ദ്രുപദൻ, ഉത്തര പാഞ്ചാലത്തിന്റെ അധിപനായി. അനന്തരം ദ്രുപദൻ വിവാഹിതനായി. കാലം കുറെ കഴിഞ്ഞിട്ടും ദ്രുപദപത്നി ഗർഭിണിയായില്ല. അപുത്ര ദുഃഖത്താൽ വിവശയായ രാജാവ് രാജപുരോഹിതന്മാരുടെ ഉപദേശപ്രകാരം പരമശിവനെ തപസ് ചെയ്തു. ഗംഗാനദീതടത്തിൽ ദ്രുപദൻ തപസ്സനുഷ്ഠിച്ചു. അനേക കൊല്ലത്തെ കൊടിയ തപസ്സിന് ശേഷം ഭഗവാൻ ശിവശങ്കരൻ ദ്രുപദന് പ്രത്യക്ഷനായി. രാജൻ, അവിടുത്തെ ഉഗ്രതപസ്സിന് കാരണമറിയുക, ഭഗവാൻ അന്വേഷിച്ചു. ഭഗവാനെ, ആശ്രിത വത്സല, കൈകൂപ്പുന്നവരെ അവിടുന്ന് ഒരിക്കലും അവഗണിച്ചിട്ടില്ലല്ലോ. പ്രഭോ, ഞാനും എൻ്റെ രാജ്യവും അനന്തരാവകാശിയാകെ കേഴുന്നു. പ്രഭോ, എനിക്ക് പുത്രഭാഗ്യം നൽകിയാലും ദ്രുപദൻ അപേക്ഷിച്ചു. ദ്രുപദ, നിന്റെ ഹിതം പോലെ നിനക്കൊരു ശിശു ജനിക്കും. പക്ഷെ ആ ശിശു ജന്മനാ പുത്രിയായിരിക്കും. അവൾ ഉചിതകാലത്ത് പുരുഷനായി മാറും. അവന് ശിഖണ്ഡി എന്ന് നാമകരണം ചെയ്യണം. പരമശിവൻ അനുഗ്രഹിച്ചു. ഏറെ താമസിയാതെ ദ്രുപദപത്നി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. എന്നാൽ സത്യാവസ്ഥ മറച്ചുകൊണ്ട് രാജാവ് ഇപ്രകാരം ഒരു വിളംബരം പുറത്തിറക്കി: പാഞ്ചാല രാജനായ ദ്രുപദന് പ്രഥമ സന്താനമായ ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു. പ്രജകൾ ഇത്രനാൾ രാജാവിന് നൽകിയിരുന്ന സ്നേഹ ബഹുമാനങ്ങൾ ഇനി മുതൽ പുത്രന് നൽകേണ്ടതാകുന്നു. കുട്ടി ആണാണെന്ന് രാജ്യവാസികൾ എല്ലാവരും വിശ്വസിച്ചു. അതനുസരിച്ച് തന്നെ ശിശു പുരുഷരൂപത്തിൽ വളർന്നു വരികയും ശിഖണ്ഡി എന്ന പേരിൽ വളർന്നു വന്ന തൻ്റെ സന്താനത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ദ്രുപദപത്നി ആശങ്കാകുലയുമായി തീർന്നു. ഒരു നാൾ ദേവി ഭർത്താവിനോട് പറഞ്ഞു: രാജൻ, നമ്മുടെ ഓമനകൾ പുരുഷനെ പോലെ നിലയിൽ വളർന്നു വരുന്നു. അത് അപകടമല്ലേ? അവളുടെ ഭാവി ജീവിതം എപ്രകാരമാകും? ആശങ്കയാൽ ഞാൻ ഏറെ വിഷമിക്കുന്നു. ദ്രുപദൻ പത്നിയെ സ്വാന്തനിപ്പിച്ചു. പ്രിയേ, നിന്റെ ശങ്ക ഭഗവാൻ ഉമാമഹേശ്വരനോടുള്ള അവിശ്വാസമായി തീരുകയാണോ? നമുക്കൊരു പുത്രി ജനിക്കുമെന്നും അവൾ അനുയോജ്യകാലത്ത് പുരുഷനായി മാറുമെന്നും ഭഗവാൻ അരുളി ചെയ്തതാണ്. ഇപ്പോൾ സന്ദേഹങ്ങൾ കടിമപ്പെടുന്നത് ഉചിതമല്ല. നമ്മുടെ പുത്രൻ ശിഖണ്ഡി കാശി രാജപുത്രി അംബയുടെ അവതാരമാണ്. പ്രിയേ, സന്താനത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠങ്ങൾ മാറ്റിവെച്ച് നമ്മുടെ മകൾ പുരുഷനായി മാറുന്ന ആ ദിനം സമാഗതമാകുവാൻ ഭഗവാൻ മഹേശ്വരനോട് പ്രാർത്ഥിക്കുക. രാജപത്നി അപ്രകാരം പ്രവർത്തിച്ചു. ഭഗവാന്റെ അരുളപ്പാടനുസരിച്ച് ശിഖണ്ഡി പിന്നീട് പുരുഷനായി മാറിയെന്ന് പുരാണത്തിൽ പറയുന്നുണ്ട്. അടുത്തത് അരുന്ധതിക്ക് പരമശിവൻ ദർശനം നൽകിയ കഥയാണ്. തുടരും.